ജ്യോതിഷ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഈ ഫ്ലോറിൽ ഇരിക്കുമ്പോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരാളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങണം വിചാരിക്കാന്ന്. ഇവിടെ ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വരെ റോക്കറ്റിന് സമയം കുറിച്ചു കൊടുക്കുന്ന ഭയങ്കരമായ ആള് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പ്രവചിക്കുമെന്ന് വെല്ലുവിളിച്ച ആള് എന്താ ഉറക്കം വരുന്നു. താൻ പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ പോകുന്ന പെൺകുട്ടി നിലവിളിക്കുമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമെന്നും പുറകെ പോലീസ് വരുമെന്നും പോക്സോ കേസിൽ ജയിലിലാകുമെന്നും അറിയാൻ കഴിയാതെ പോയ ആ മഹാജ്യോതിഷിയുടെ മുമ്പിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇല്ല, ഒരു പ്രവചനം എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തില് ജ്യോതിഷം ഒരു പങ്ക്തിയായിട്ടൊക്കെ ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണോ ഈ പറയണത്? എല്ലാ ആളുകളും ഭയങ്കര ആകാംക്ഷയോടെ കണ്ടിരുന്ന ഒരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു, കാണിപ്പയ്യൂർ. കാണിപ്പയ്യൂരിന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അച്ചട്ടാണ്. 2018 അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം ഏകദേശം മെയ് ജൂൺ മാസത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ പ്രളയത്തിന് മുമ്പ് കർക്കിടകത്തിൽ മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സമയത്ത് താങ്കൾ പറയുന്നു ഈ അടുത്ത കാലത്തൊന്നും മഴ പെയ്യില്ല, സേഫ് ആണെന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ആണ് പ്രളയം വന്നത്. 2018 പ്രളയം ഉണ്ടായത്. ജൂലൈ ഓഗസ്റ്റിൽ നമ്മള് വെള്ളം കൊണ്ട് നിൽക്കാൻ പറ്റാതെ മനുഷ്യർ പിന്നെ പെട്ടിയും കൊടുക്കയായിട്ട് ഓടുകയായിരുന്നു. എനിക്ക് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണല്ലോ, ഉണ്ടാവാം. എല്ലാവരും പ്രൊഡക്ഷൻ ശരിയായിക്കോണം നിർബന്ധമുണ്ടോ? അതൊന്നുമില്ല. എല്ലാ ഫ്രോഡുകളാ പറഞ്ഞു വിട്.